Hello everyone, welcome back to Caracode. ഇന്നത്തെ പ്രോബ്ലം 2872 മാക്സിമം നമ്പർ ഓഫ് കെ ഡിവിസിബിൾ കമ്പോണൻസ് എന്നുള്ളതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് എൻ അൺഡയറക്റ്റഡ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫ്, അത്ര ആലോചിച്ചാൽ മതി. n നോഡ്സ് ഉണ്ട്, ലേബിൾ ഫ്രം 0 to n-1, ഗിവൺ ഇൻറ്റിജർ n ആൻഡ് 2D ഇൻറ്റിജർ അറേ ഓഫ് എഡ്ജസ്. അപ്പോൾ ഈ ട്രീയിലുള്ള എന്തോരം എഡ്ജസ് ഉണ്ടെന്നുള്ളത് അവരും തന്നിട്ടുണ്ട്. ഇങ്ങനെ AI BI എന്ന് പറഞ്ഞ് ഏത് നോഡ് തൊട്ട് ഏത് നോഡിലേക്കാണ് ആ എഡ്ജ് വരുന്നത് എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 0 ഇൻഡെക്സ്ഡ് ഇൻറ്റിജർ അറേ ഉണ്ടെന്നാണ്. വാല്യൂസ് ഓഫ് I ആണ് ആ ഒരു n എന്ന് പറഞ്ഞ നോഡിൻ്റെ വാല്യൂ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നു വാലിഡ് സ്പ്ലിറ്റ് ഓഫ് ദ ട്രീസ് ഒബ്റ്റെയിൻ ബൈ റിമൂവിങ് എനി സെറ്റ് ഓഫ് എഡ്ജസ് പോസിബിളി എംപ്റ്റി എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 1 3 and 2 4 0 എന്ന് പറഞ്ഞ ഒരു സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 1ഉം 2ഉം തമ്മിലുള്ള എഡ്ജ് റിമൂവ് ചെയ്തിട്ട്. എന്നിട്ട് ഇവർ പറയുന്നു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കമ്പോണൻറ്റിലുള്ള ഐറ്റംസിൻ്റെ വാല്യൂ, ഇൻഡെക്സ് അല്ല, വാല്യൂ സം ചെയ്ത് കഴിഞ്ഞാൽ ഈ കെ വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. എന്നിട്ട് അങ്ങനെ ഡിവിസിബിൾ ആയ കണക്റ്റഡ് കമ്പോണൻസ് എൻ്റെ സം എടുത്തിട്ട് അങ്ങനെ എത്ര മാക്സിമം കമ്പോണൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വാലിഡ് സ്പ്ലിറ്റ്സ് ഉപയോഗിച്ച് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആണ് ആദ്യം വായിക്കുമ്പോൾ, പക്ഷെ നമുക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ n = 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 1 2 3 and 4 ഈ നോഡ്സ് എല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ 0 2 1 2 1 3 2 4 എന്ന ആയിട്ടാണ് എഡ്ജസ് കണക്ഷൻ തന്നിരിക്കുന്നത്. ആൻഡ് ഈ 1 8 1 4 4 ആണ് വാല്യൂസ്. ഇപ്പോൾ ഈ 1 8 1 4 4 എന്ന് പറയുന്നത് 1 ആണ് 0ൻ്റെ വാല്യൂ, 8 ആണ് 1ൻ്റെ വാല്യൂ, ആൻഡ് 1 4 4 അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസ്. K6 തന്നിട്ടുണ്ട്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 1ഉം 2നും ഇടയിലുള്ള എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 and 3 ബാക്കി വരുമ്പോൾ അത് 8 and 3 ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ 4 ആണ്. അപ്പോൾ a + 4 12 കിട്ടും. 12 is divisible by 6. പിന്നെ ബാക്കി വരുന്നതോ 2 4 and 0. 2 4 and 0 എന്ന് പറയുന്നത് 1 ഈ 1 രണ്ടാമത് വരുന്ന ഈ 1 ആൻഡ് ഈ ലാസ്റ്റ് വരുന്ന 4. അപ്പോൾ 4 + 1 + 1 വീണ്ടും 6 ആയി. ആ 6ഉം 6 വെച്ച് ഡിവിസിബിളാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ്സും അതിൻ്റെ വാല്യൂ സം ചെയ്ത് കഴിഞ്ഞാൽ 6 വെച്ച് ഡിവിസിബിളായി. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ രണ്ട് ഗ്രൂപ്പ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ 2 ആണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ഇൻറ്റ്യൂഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ തന്ന പോലെ ആദ്യം കാണിച്ച എക്സാമ്പിൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ K6 ആണ്. ആൻഡ് നേരത്തെ ആദ്യം കണ്ട ആ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിവറ്റ് ചെയ്ത് 0 റൂട്ട് നോഡായി എടുത്ത് താഴോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അവർ നേരത്തെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റഡ് ട്രീ അല്ല, അൺഡയറക്റ്റഡ് ആണ്. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് അതേപോലെ ആ വാല്യൂസ് അറേ എന്ന് തന്നത് ഞാൻ ഈ തന്നിരിക്കുന്ന നോഡ്സ് ട്രീൻ്റെ അതേ രൂപത്തിൽ തന്നെ ആ വാല്യൂസ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് ചെയ്തിട്ട് കമ്പോണൻസ് എടുത്ത് അതിൻ്റെ സം ഓഫ് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ കെ വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് DFS തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു നോഡ്സ് എന്ന് പറഞ്ഞ ട്രീ DFS വഴി ട്രവേഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ DFS യൂസ് ചെയ്യുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് 2 കിട്ടി. 2ൽ നിന്ന് 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ അത് 4ഉം 1 ആണ്. ആൻഡ് നമുക്ക് 1ലോട്ട് ആദ്യം പോകാം. അപ്പോൾ 1 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ 1ന് പിന്നെ ലാസ്റ്റ് ഒരു ചൈൽഡ് 3 ഉണ്ട്. ഇപ്പോൾ 3 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലീഫ് നോഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ലീഫ് നോഡ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് താഴോട്ട് പിന്നെ വേറെ ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്കിപ്പോൾ ലീഫ് നോഡ് എത്തിയാൽ ഈ ഒരു കണക്ഷൻ 1ഉം 3ഉം തമ്മിലുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കമ്പോണൻ്റ് ഏതായിരിക്കും? 3 മാത്രമുള്ള ഒരു കമ്പോണൻറ്റ്. ഇപ്പോൾ ആ 3 മാത്രമുള്ള കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നേരെ നമുക്ക് ഇവിടെയുള്ള ഈ വാല്യൂസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 4 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 4 എടുത്തിട്ട് 4 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി നമുക്ക്. അപ്പോൾ നമുക്കറിയാം 4 6 വെച്ച് ഡിവിസിബിൾ ആവില്ല.
അപ്പോൾ അതവിടെ വിടാം. എന്നിട്ട് നമുക്ക് തിരിച്ച് DFS മുകളിലോട്ട് പോവാം. അപ്പോൾ 3 നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ 1 കിട്ടി. ഇനി ഈ 1ന് എന്താ വാല്യൂ? 8 ആണ്. അപ്പോൾ 1ന് 8 വാല്യൂ ഉണ്ട്. ഓൾറെഡി 3യും 1 ഉള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ നോക്കി. അപ്പോൾ അത് പറ്റില്ല. ഇനി നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നത് ഈ 1ഉം 2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഈ ഒരു കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷൻ മാറ്റാൻ പറ്റുമെന്ന് അറിയാനായിട്ട് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു 1 മാത്രം ആ വാല്യൂ ഡിവിസിബിൾ ആക്കണം, അല്ലെങ്കിൽ 1 ആൻഡ് അടിയിലുള്ള എന്തെങ്കിലും കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടേണ്ടി വരും നിർബന്ധമായിട്ട്. കാരണം അതിൻ്റെ അടിയിലുള്ള ഐറ്റംസ് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 1 3 ആയിട്ട് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു 8ഉം 4ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ 6 വെച്ച് ഡിവിസിബിൾ ആവോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 8ഉം 4 എടുക്കുമ്പോൾ 8+4 12 ആയി. 12 6 വെച്ച് ഡിവിസിബിൾ ആക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് ഈ ഒരു 2ഉം 1ൻ്റെ ഇടയിലുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ റിസൾട്ട് ഒരു +1 കൊടുക്കുക, അത് 1 ആയി. അപ്പോൾ ഒരു കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 ആയി. നമ്മൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് കണ്ടുപിടിച്ചു സച്ച് ദാറ്റ് അതിൻ്റെ വാല്യൂസിൻ്റെ സം എടുക്കുമ്പോൾ 6 ആയിട്ട് അത് ഡിവിസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാ? നമ്മളെ DFSൽ വരുമ്പോൾ 4 ആണ്. അപ്പോൾ ഈ 4 എന്ന് പറയുമ്പോൾ 4 അലോൺ വരുമ്പോൾ നമുക്ക് ഈ 4ഉം 2ഉം തമ്മിലുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 4ൻ്റെ വാല്യൂ അഗെയിൻ 4 തന്നെയാണ്. 4 6 ആയി ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് 2 വന്നു. ഇനി 2ന് നമ്മൾ ഓൾറെഡി ഇവിടെ ഈ 1ഉം 3യും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള റൈറ്റ് സൈഡിലുള്ള ട്രീൻ്റെ ബ്രാഞ്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഈ 2ഉം 4ഉം കണക്റ്റഡ് ആണ്. അതിൻ്റെ എന്താണെന്ന് നോക്കാം. അതിവിടെ 1ഉം 4ഉം ആണ്. അപ്പോൾ 1ഉം 4ഉം സമ്മ ചെയ്താൽ 5 ആണ് കിട്ടുക. അപ്പോൾ അതും വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഈ 2ഉം 0ഉം തമ്മിലുള്ളതും കട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾക്ക് 4 2 ആൻഡ് 0 ഈ 3 എണ്ണത്തിൻ്റെ ഇവാലുവേഷനാണ് ചെയ്യേണ്ടത്. അതിന് ഈ 3 വാല്യൂസ് എടുത്ത് നമ്മൾ സമ്മ ചെയ്താൽ 4 1 and 1 6 കിട്ടി. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ 6K വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഒരു +1 കൂടെ ചെയ്യാം. നമ്മളുടെ ആൻസർ 2 ആയി. ഈ 2 ആണ് ഫൈനൽ ആൻസർ. ഈ ഒരു പാറ്റേൺ തന്നെ ഏത് പ്രോബ്ലത്തിനും ഏത് ടെസ്റ്റ് കേസിനും അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബേസ് കേസ് ഉണ്ട് n=1. ആ ഒരു കേസിൽ നമ്മൾ വേറെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് 1 അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഡ്ജ് മാപ്പ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. എഡ്ജ് മാപ്പിൽ നമ്മൾ ഈ എഡ്ജസ് പോയിട്ട് ജസ്റ്റ് 0 and 1 നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0ൽ നിന്ന് 2ലോട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എഡ്ജ് മാപ്പിൻ്റെ 0ൻ്റെ അകത്തും 2ൻ്റെ അകത്തും നമ്മൾ അങ്ങോട്ടും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആൻഡ് നമ്മളുടെ മെയിൻ DFS ഫംഗ്ഷനാണ് പിന്നെ വരാൻ പോകുന്നത്. ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ നോൺ ലോക്കൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് റിസൾട്ട് മോഡിഫൈ ചെയ്യാനായിട്ട്. ആൻഡ് നമ്മൾ പറയുന്നു ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഇതിനകത്ത് നമ്മളുടെ കറൻറ്റ് നോഡിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ കറൻറ്റ് നോഡിൻ്റെ എഡ്ജ് മാപ്പിലുള്ള ഓരോ കണക്ഷനും നമ്മൾ ഇറ്ററേറ്റ് ചെയ്ത് പോവുകയാണ്. ആൻഡ് നമ്മൾ പറയുന്നു ഇഫ് കണക്ഷൻ നോട്ട് ഈക്വൽ ടു പാരൻറ്റ്, നമ്മൾ പാരൻറ്റ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ -1 ആണ് പാസ് ചെയ്യുന്നത്. കാരണം ഓരോ മാപ്പിൻ്റെ അകത്തും പാരൻ്റായിട്ടും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതങ്ങനെ ഇപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ൽ നിന്ന് തിരിച്ച് 0ലോട്ട് പോകരുതല്ലോ, താഴോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊരു കണ്ടീഷൻ വയ്ക്കുന്നത്. ആൻഡ് ടോട്ടൽ പ്ലസ് നമ്മൾ DFS ആയി കൊടുക്കുകയാണ് വീണ്ടും വിത്ത് കറൻറ്റ് നോഡ് ആസ് പാരൻറ്റ് ആൻഡ് അതിൻ്റെ അടിയിൽ വരുന്ന ചൈൽഡ് ആസ് കണക്ഷൻ. അപ്പോൾ അങ്ങനെ പോയി ലാസ്റ്റ് ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കറൻറ്റ് നോഡിൻ്റെ സം ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് അതിൻ്റെ ഏതെങ്കിലും ചിൽഡ്രൻ വല്ലതും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സം mod k 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് +1 കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്പർ 1 എന്ന നോഡ് എടുക്കുമ്പോൾ ഇറ്റ് സെൽഫ് 8 ആയിരിക്കും, അതിൻ്റെ ചൈൽഡ് 4 വരും. അപ്പോൾ അത് സം ചെയ്യുമ്പോൾ അത് 12 ആണ് വരിക. അപ്പോൾ അതിൻ്റെ mod 6 നമുക്ക് 0 ആയിട്ട് വരും.
അതേപോലെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലീഫ് നോഡാണ്, ഇപ്പോൾ നമ്മൾ 3 എന്ന സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും വരാം. ഇവിടെ ഡയറക്റ്റ് 3 നമ്മൾക്ക് എന്തായാലും 6 വെച്ച് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരില്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ നോഡിൽ കൂടെയും പോയി നമ്മൾ ലാസ്റ്റ് നമ്മളെ റിസൾട്ട് ആൻസർ വരും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം പാസ്സായി. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു 65.85% എല്ലാത്തിനെയും ബീറ്റ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആൻഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതൊരു ഹാർഡ് പ്രോബ്ലം ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു, ബട്ട് എല്ലാവർക്കും സൊല്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് പ്രോബ്ലം.